തിരുവനന്തപുരം കോർപ്പറേഷനിൽ വിമതനായി മത്സരിക്കുന്ന മുൻ ദേശാഭിമാനി ജീവനക്കാരന്റെ വാർത്ത നമ്മൾ കണ്ടതാണല്ലോ. എന്നാൽ കൊല്ലത്ത് സമവായ സ്ഥാനാർത്ഥിയായി പാർട്ടി പത്രത്തിലെ ജീവനക്കാരനെ ഇറക്കിയിരിക്കുകയാണ് CPI. കഴിഞ്ഞ തവണ നഷ്ടമായ സീറ്റ് BJPയിൽ നിന്ന് തിരിച്ചുപിടിക്കാനാണ് കടപ്പാക്കടയിൽ ജനയുഗം ജീവനക്കാരൻ G. വിജുവിനെ മത്സരിപ്പിക്കുന്നത്. കൊല്ലം കോർപ്പറേഷനിൽ CPIയുടെ ഉറച്ച സീറ്റുകളിലൊന്നായിരുന്നു കടപ്പാക്കട. എന്നാൽ പാർട്ടിയിലെ കടുത്ത വിഭാഗീയതയും ചേരിപ്പോരും ഈ വാർഡും സമീപ വാർഡുകളും CPIക്ക് നഷ്ടമാകാൻ കാരണമായി. CPIയിലെ ഈ തമ്മിലടി മുതലെടുത്ത് BJP കളം പിടിച്ചു. കോർപ്പറേഷനിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കൗൺസിലറായി BJPയുടെ കൃപാ വിനോദ് ജയിച്ച് കയറുകയും ചെയ്തു. ഇത്തവണ എന്ത് വില കൊടുത്തും വാർഡ് തിരിച്ചു പിടിക്കാൻ പാർട്ടി തീരുമാനിച്ചെങ്കിലും ആരെ മത്സരിപ്പിക്കുമെന്നായി. ഇരുകൂട്ടരും അവകാശവാദം ഉന്നയിച്ചു. ഒടുവിൽ തർക്കപരിഹാരമായി ഇരു ഗ്രൂപ്പിലുമില്ലാത്ത എന്നാൽ ഇരുകൂട്ടർക്കും സമ്മതനായ പ്രദേശവാസി കൂടിയായ G. വിജുവിനോട് മത്സരിക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടു. ജനയുഗം കൊല്ലം യൂണിറ്റ് മാനേജറും KCB മുൻ ഉദ്യോഗസ്ഥനുമായ വിജു എത്തിയതോടെ വിഭാഗീയത മാറ്റിവെച്ച് പ്രവർത്തകരും നേതാക്കളും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജീവമായി. വളരെ ആവശ്യത്തിലാണ് ഞങ്ങൾ ഒത്തൊരുമയോടുകൂടി ഞങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യം പറ്റിയ തെറ്റുകൾ തിരുത്താൻ വേണ്ടി ഞങ്ങൾ ഒത്തൊരുമയോടുകൂടി ഏറ്റവും ഭംഗിയായിട്ട് ചിട്ടയോടുള്ള പ്രവർത്തനത്തിനാണ് സഖാക്കളെല്ലാം മുന്നോട്ടിരിക്കുന്നത്. CPIക്കൊപ്പം CPIഎമ്മും വിജുവിന്റെ വിജയത്തിനായി ഒറ്റക്കെട്ടായി ഇറങ്ങിയിട്ടുണ്ട്. 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.